ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും വിഷുവിന് ഒരുങ്ങിയോ? ഇപ്രാവശ്യത്തെ വിഷുവിന് നമുക്കൊരു വെറൈറ്റി പായസം ഉണ്ടാക്കാം. ഇത് കണ്ടാൽ അടപ്രഥമനല്ലെന്ന് ആരെങ്കിലും പറയുമോ? നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് നമ്മുടെ മക്രോണി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്യണം. ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ച് നോക്കിയപ്പം വല്ലാണ്ട് അങ്ങ് പൊടിഞ്ഞു പോവാം. അപ്പം ഇതുപോലത്തെ ഒരു കപ്പിലിട്ടിട്ട് നമ്മുടെ ഈ ഇടികല്ലും കൊണ്ട് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇനി നമുക്കിതൊന്ന് വേവിച്ച് എടുക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മക്രോണിയും കൂടെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിങ്ങനെ ഒരു ഞെങ്ങി പൊടിഞ്ഞു വരും. അത് ഒന്ന് അരിപ്പയിലിട്ട് ഊറ്റിയെടുത്ത് ഒന്ന് തണുത്ത വെള്ളത്തിലും കൂടെ ഒന്ന് ഒലച്ചെടുക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഉണ്ടാവും. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചതും 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇത് ശർക്കര പാനിയാക്കി എടുക്കാം. ഇനി നമുക്ക് പായസമാക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ വേവിച്ച് വെള്ളം ഊറ്റി വെച്ചിരിക്കുന്നില്ലേ, ആ മക്രോണി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നെയ്യിൽ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് നമ്മൾ പാനിയാക്കി വെച്ചിരിക്കുന്ന ഈ ശർക്കര ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ഒഴിക്കുക. ഒന്ന് തിളച്ച് വരുമ്പം അതിലേക്ക് ഒരു 2-3 ഏലക്കയുടെ കുരു പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നെയ്യിൽ നമുക്കിത് ഇത്രയും സാധനങ്ങളൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉണക്കമുന്തിരി, കശുവണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത്. ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഈ നെയ്യിൽ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസില്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ കട്ടി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ, ഈ വിഷുവിന് ഉണ്ടാക്കി നോക്കൂലേ? വെറൈറ്റി അല്ലേ, എളുപ്പമല്ലേ? അപ്പം ഇന്ന് എൻ്റെ മോൻ്റെ പിറന്നാളും നാളെ എൻ്റെ മോളുടെ പിറന്നാളുമാണ്. അപ്പോൾ അടുപ്പിച്ച് പിറന്നാളുകൾ വരുന്നതുകൊണ്ട് ഒരു ദിവസം പായസം ഉണ്ടാക്കും, ഒരു ദിവസം കേക്ക് കട്ട് ചെയ്യും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.